ഗുരുഭ്യോ നമ. ഓം വിദ്യാധിരാജായ നമ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമ. സ്ലോഗൻസ്. ശ്രീനാവാക്ഷേത്ര ഗോമാവതു ഹരിരനിശം യത്പദൗകാജലൗക നാഗം നാകാംക്ഷതേ അന്യാദൃശരസരസനാദാന ശൗണ്ഠോരിദണ്ഡ യത്പാദാബ്ജം നിലാ ദുഷ്കൃതിഭിദുരഭിയാ സംസൃദേവ പ്രലീന സോയം സർവാഖ സംഘ പ്രശമന സമനാകാരകോ ദേവദേവ. നേരത്തെ പറഞ്ഞതിലേ ആച്ഛാദ്യത എന്നുള്ളത് വന്നാലും വൃത്തഭംഗം വരില്ല കേട്ടോ. കാരണം ഇത് അച്ഛാദ്യത എന്ന് പറഞ്ഞാലും ആച്ഛാദ്യത എന്ന് പറഞ്ഞാൽ വൃത്തഭംഗം വരില്ല കേട്ടോ. അത് ഗുരു ആയതുകൊണ്ട്, കൂട്ടക്ഷരമായതുകൊണ്ട് അല്ലെങ്കിലും മുൻപില് ഗുരു തന്നെയാണ് വരിക. അതിരിക്കട്ടെ. അപ്പോ ശ്രീനാവാക്ഷേത്രഗോ മാ അവതു, ശ്രീനാവാക്ഷേത്രഗഃ മാ അവതു. ശ്രീനാവാക്ഷേത്രകനായ ഹരിഹി മാ അവതു. ഹരി വിഷ്ണു ഭഗവാനാണ് ശ്രീനാവായിൽ തൻ്റെ സവിശേഷമായ സാന്നിധ്യം കൊണ്ട് ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീനാവ ക്ഷേത്രത്തിൽ ഗമിക്കുന്നവനായ ഹരി അനിശം. അനിശം എന്ന് പറഞ്ഞാൽ എന്താണ്? നിശയില്ലാതെ എന്ന് പറഞ്ഞാൽ പകലാണ് സാധാരണ നമ്മുടെ കർമ്മങ്ങള്, അല്ലെ? വേദം തന്നെ പറയുന്നു പകലാണ് നമ്മൾ ജോലി ചെയ്യുന്ന സമയം പകലാണ്, അല്ലെ? അപ്പോ അവിടെ എങ്ങനെയാണ്? എപ്പോഴും നമ്മള് പകൽ ഹൊയാമ്യഗ്നിം പ്രഥമം സ്വസ്ഥയേ വയാമി മിത്രാവരുണാവിഹാവസേ വയാമി രാത്രിം ജഗതോ നിവേശനീം വയാമി ദേവം സവിതാരമൂതയെ എന്ന് ഋഗ്വേദം പറയുന്നുണ്ട്. ഞാൻ അഗ്നിയെ ആഹ്വാനം ചെയ്യുന്നു. പ്രഥമം, ആദ്യമേ തന്നെ. സ്വസ്ഥയെ, സ്വസ്തിക്ക് വേണ്ടിയിട്ട്, മംഗളത്തിന് വേണ്ടിയിട്ട്. മംഗളത്തിന് വേണ്ടി നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്ക് വേണ്ടത് ഊർജമാണ്. ഊർജം ഉണ്ടായാലേ എന്തുണ്ടാകാൻ പറ്റുള്ളൂ? പ്രവൃത്തികളൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അഗ്നയെ അല്ലേ? അതുകൊണ്ടാണ് ഗ്രീക്ക് പുരാണത്തിലും ഒക്കെ പറയുന്നുണ്ട്, അല്ലേ? എന്താണ്? ദേവന്മാർക്ക് മാത്രം ഉണ്ടായിരുന്ന അഗ്നി എടുത്തിട്ട് മനുഷ്യർക്ക് കൊടുത്ത ദേവനെ കുറിച്ച് അവിടെ അവര് പറയുന്നുണ്ട്, അല്ലേ? എന്നിട്ട് എന്താണ്? അതാണ് ഏറ്റവും വലിയ ദയ മനുഷ്യനോട് കാണിച്ചത്. അത് തന്നെയാണ് ഇവിടെയും. അന്ന് ദേവന്മാർക്ക് അഗ്നിക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പ്രൊമത്യൂസ് എന്ത് ചെയ്തു? അഗ്നി എടുത്ത് മനുഷ്യർക്ക് കൊടുത്തു. കരുണ കൊണ്ട് അവർക്ക് ഊർജമുണ്ടാകട്ടെ. പ്രൊമത്യൂസിന്റെ കരുണുള്ള ആളാണ് കരള് നമ്മൾ കരുണയുടെ പര്യായമായിട്ട് പറയാറുണ്ട്. കരളിൽ ദയ, അല്ലെ? ഹൃദയം കനിവാർന്നിടുന്നത് കരളില. അവിടെയൊക്കെ നമ്മൾ പറയുന്നത് ഹൃദയം കനിവാർന്നെന്ന് പറയുമ്പോഴും. അപ്പൊ അവിടെയൊക്കെ പ്രൊമത്യൂസിന് എന്താണ് ചെയ്തത്? അവരെന്നിട്ട് മനുഷ്യർക്ക് അഗ്നി കൊടുത്തതിന്റെ പേരിൽ എന്താണ്? പാറയിൽ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കിയിട്ടു. അദ്ദേഹത്തിന്റെ കരള് കൊത്തിത്തുന്നു പക്ഷികൾ. പക്ഷെ കരള് വീണ്ടും വീണ്ടും വലുതായി വന്നു. കാരണം എന്താണ്? അദ്ദേഹം അത്രയും കാരുണ്യമുള്ളവനാണ്. അപ്പോ എപ്പോഴും ഊർജം. അതുകൊണ്ടാണ് അഗ്നിമീളെ പുരോഹിതം എന്നാണ് തുടങ്ങുന്നത് ഋഗ്വേദം. അപ്പൊ അവിടെ ഹൊയാമ്യഗ്നിം പ്രഥമം സ്വസ്ഥയെ, സ്വസ്തിക്ക് ആദ്യം വേണ്ടത് അഗ്നി. വയാമി മിത്രാവരുണാവിഹാവസേ, മിത്രനെയും വരുണനെയും. സൂര്യനും വേണം, വരുണനും വേണം, അല്ലെ? ചൂട് വേണം, എന്താണ്? ജലം വേണം, അല്ലെ? ആവസേ വയാമി ദേവം, നമുക്ക് മംഗളത്തിനായിട്ട്. പിന്നെന്താണ്? വയാമി രാത്രിയും
ജഗതോ നിവേശനീം. രാത്രി ജഗത്തിനെ നിവേശിപ്പിക്കുന്നതാണ്. നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിദ്രയിലേക്ക് നയിക്കുക, സന്തോഷിപ്പിക്കുക. ഉറക്കം, നിദ്ര പ്രദാനം ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് രാത്രി. അതുകൊണ്ട് രാത്രിക്ക് ഒരു പര്യായമുണ്ട്, ക്ഷണദ. ക്ഷണദ, ക്ഷഭ. ഈ രണ്ട് പര്യായങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ. ക്ഷണദ എന്ന് പറഞ്ഞാൽ, ക്ഷണം എന്ന് പറഞ്ഞാൽ ഉത്സവം, സന്തോഷം എന്നൊക്കെയാണ് അർത്ഥം. ക്ഷണദ, സന്തോഷത്തെ നൽകുന്നവളാണ് രാത്രി. അതെങ്ങനെയാണ്? നമ്മള് നേരം വെളുക്കുമ്പോ തൊട്ട് രാത്രി ആകുന്നത് വരെ പണിയെടുത്ത് ക്ഷീണിക്കുമ്പോ രാത്രി രാത്രി എല്ലാവരെയും വിളിച്ച്, വാ മക്കളെ, മതി, പണിയെടുത്തത് മതി, വരിക എല്ലാവർക്കും നിദ്ര നൽകിയിട്ട് ആ നിദ്രയിലൂടെ അവരുടെ ശരീരക്ലേശമെല്ലാം അകറ്റി ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ടാണ് രാത്രിയെ ക്ഷണദ എന്ന് പറയുന്നത്. ക്ഷഭ, രാത്രിയുടെ വേറൊരു പര്യായമാണ്. ക്ഷപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തീർക്കുക. എന്തിനാണ് തീർക്കുന്നത്? ക്ഷീണത്തെ അകറ്റുന്നത് കൊണ്ട് രാത്രി ആരാണ്? രാത്രി ക്ഷഭയാണ് രാത്രി. അപ്പോ ഇത് രണ്ടും ക്ഷീണം അകറ്റുന്നതാ. ഇത് എന്തുപോലെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് മാത്രം പറഞ്ഞ് ഇരുന്ന് പോകുന്ന ശ്ലോകത്തിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ സാഹിത്യം എത്രമാത്രമാണ് അത് വേദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ആലോചിച്ചാൽ നമ്മള് അദ്ഭുത പരതന്ത്രരായി തീരും. അപ്പൊ നിശ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ എന്ന് പറയുന്നത് വിശ്രമിക്കാനുള്ള സമയമാണ്. അപ്പോ ആ നിശം, അപ്പൊ പകല്, അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പ്രവൃത്തികളൊക്കെ എന്താണ് കാണുക? പ്രവൃത്തികളൊക്കെ പകലിലായിട്ടാണ് കാണുക. അപ്പൊ നമ്മള് പകലൊക്കെ കിട്ടിയാലും നമുക്ക് ഇതിന്റെ ഒരു വിച്ഛേദം വരുന്നൊരു സമയമുണ്ട്. അത് എപ്പോഴാണ്? രാത്രി. അപ്പോ ഭഗവാനോട് പറയാണ്, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. ആ രക്ഷിക്കണത് അങ്ങയുടെ ഡ്യൂട്ടി സമയത്ത് മാത്രം പോരാ. അതായത് പകല് മാത്രം പോരാ. പകലുള്ള ഡ്യൂട്ടി സമയം നമ്മുടെയാണ്, ഭഗവാൻ അങ്ങനെയില്ല. അതുകൊണ്ടാണ് ആ നിശയില്ലാതെ, നിശയിൽ വിച്ഛേദം വരാതെ അങ്ങ് എല്ലായ്പ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണം. ആ ഭഗവാൻ നമ്മെ കാത്തുകൊള്ളട്ടെ എന്നാണ്. എങ്ങനെയുള്ള ഭഗവാനാണ്? ശ്രീനാവാക്ഷേത്ര ഗഹ. ശ്രീനാവാക്ഷേത്രത്തിൽ ഗമിക്കുന്നവൻ ഭഗവാൻ ആരാണ്? സർവവ്യാപിയാണ് വിഷ്ണു ഭഗവാൻ. വിശദി, വേശിക്കുന്നു, പ്രവേശിക്കുന്നു. ചൈതന്യ രൂപത്തിൽ സമസ്ത ചരാചരങ്ങളിലും അനുപ്രവേശിച്ചിരിക്കുന്നവനാണ് വിഷ്ണു. അതാണ് വിശുധാതു എന്നാണ് എന്തുണ്ടാകുന്നത്? വിഷ്ണു എന്ന പദം ഉണ്ടാവുന്നത്. എല്ലാ ചരാചരങ്ങളിലും ചൈതന്യ രൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നവൻ, അനുപ്രവേശിച്ചിരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഭഗവാൻ എന്താണ്? തിരുനാവാക്ഷേത്രത്തിൽ സവിശേഷമായ സാന്നിധ്യം അവിടെ ഉണ്ട്. അത്രയുള്ളൂ. അത് മറ്റൊരിടത്തും ഇല്ല എന്നതിന് ഒരർത്ഥവും ഇല്ല. പ്രഹ്ലാദന്റെ കഥയിലൊക്കെ നമുക്ക് അറിയാലോ, തൂണ് ഭഞ്ജിച്ചുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ തിരുനാവായിൽ മാത്രമല്ല, പക്ഷെ അവിടെ എന്താണ്? സവിശേഷമായ സാന്നിധ്യം. അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിനാണ്. അവിടെ ചെന്ന് പ്രത്യേകമായിട്ടുള്ള നമുക്ക് കൂടുതൽ വിശ്വാസം വരുത്താനാണ്. കൂടുതൽ ബോധ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നടത്താൻ കഴിയും. അങ്ങനെ നിശയില്ലാതെ അഹോരാത്രം നമ്മളെ ക്ഷേത്രജനായ വിഷ്ണു ഭഗവാൻ രക്ഷിക്കട്ടെ എന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ വിഷ്ണു ഭഗവാന്റെ അടുത്ത് സവിശേഷമായിട്ടുള്ള ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു സംഗതി എടുത്ത് കാണിക്കുകയാണ്. എന്താണ്? യത് പദൗകാജലൗക നാഗം നാകാംക്ഷതേ അന്യാദൃശ രസരസനാദാന ശൗണ്ടോരിദണ്ഡ. ആ വിഷ്ണു ഭഗവാൻ എങ്ങനെയുള്ളവനാണ്? അന്യാദൃശ രസരസനാദാന ശൗണ്ട അരിദണ്ഡ. ദണ്ഡമാണ് ആ വിഷ്ണു ഭഗവാൻ. അരികൾക്ക്, ശത്രുക്കൾക്ക് ദണ്ഡം തന്നെയാണ് അദ്ദേഹം. ഇനി ദണ്ഡം നൽകൊന്നും വേണ്ട, നൽകല് വേറെ വേണ്ട. ശത്രുവാണോ? ദണ്ഡം പതിച്ചു. ശത്രു അല്ലേ? ദണ്ഡം അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അച്ഛന്റെ കയ്യിൽ വടി കണ്ട കുറുമ്പ് കാണിക്കാത്ത കുട്ടികൾക്ക് വല്ല പേടിയുണ്ടാവും? ഒരു പേടിയില്ല. അച്ഛൻ വടിയല്ല, ഇനി അച്ഛൻ വലിയ ആയുധങ്ങൾ തന്നെ എടുത്ത് നടന്നോട്ടെ, ഒരു കുഞ്ഞും അതിനെ പേടിക്കില്ല. പക്ഷെ കുരുത്തക്കേട് കാണിച്ച പേടിയായി. അച്ഛന്റെ കയ്യിൽ വടി കണ്ട
പേടിയായി. അപ്പൊ ഇവിടെ അരികൾക്ക് ദണ്ഡം തന്നെ ആയിരിക്കുന്നവനാണ് വിഷ്ണു ഭഗവാൻ. അപ്പോ അത് അരിദണ്ഡനായ ആ വിഷ്ണു ഭഗവാൻ അന്യാദൃശ രസരസനാ ദാന ശൗണ്ഡനും കൂടിയാണ്. ശൗണ്ഡ എന്ന് പറഞ്ഞാല് സമർത്ഥൻ എന്ന അർത്ഥമാണ്. എന്തിന് സമർത്ഥനാണ്? അന്യാദൃശമായ, അന്യ അദൃശമായ, മറ്റൊരിടത്തും കാണാത്ത വിധത്തിലുള്ള രസരസന. രസം എന്താണ്? ബ്രഹ്മാസ്വാദം. ബ്രഹ്മാസ്വാദം, ബ്രഹ്മ ആസ്വാദത്തിന്റെ രസരസന, അതിനെ രസിപ്പിക്കുന്നതായ എന്താണ്? രസനയെ ദാനം ചെയ്യുന്നതിൽ ശൗണ്ഡനായിരിക്കുന്നവൻ, സമർത്ഥനായിരിക്കുന്നവൻ, മറ്റൊരിടത്തും ദർശിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ബ്രഹ്മാസ്വാദ രസത്തെ പ്രദാനം ചെയ്യുന്നതിൽ സമർത്ഥനായിരിക്കുന്നവൻ. പ്രദാനം ചെയ്യുക, പ്രകർഷേണ ദാനം ചെയ്യുക, അത് ചെയ്യുന്നതിൽ സമർത്ഥനായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാൻ. ഇനി ആ വിഷ്ണു ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചുകൊണ്ട് സ്വർഗം പോലും വേണ്ടെന്ന് വെച്ച് വർത്തിക്കുന്ന ഒരു ശക്തിയെ അവിടെ കാണിക്കുകയാണ്, ഒരു സംഗതി അവിടെ കാണിക്കുകയാണ്. ഒരു വ്യക്തി എന്ന് പറയാം നമുക്ക്. വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, വ്യഞ്ചിപ്പിക്കുന്നത്. ഈശ്വര ചൈതന്യം വ്യഞ്ചിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മളെ വ്യക്തികൾ എന്ന് പറയുന്നത്. അഭിവ്യക്തി, സാഹിത്യം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. അഭിവ്യക്തി അഭിവ്യഞ്ചിപ്പിക്കലാണ്. അപ്പൊ നമ്മള് കാവ്യത്തിന്റെ രസത്തെ അഭിവ്യഞ്ചിപ്പിക്കുന്ന ധ്വനി കാവ്യത്തിന്റെ ആത്മാവായിട്ട് നമ്മളൊക്കെ പറയുന്നു. അപ്പൊ അഭിവ്യഞ്ചിപ്പിക്കുക, വ്യക്തീകരിക്കുക, നമ്മളൊക്കെ എന്താണ്? ഈശ്വര ചൈതന്യത്തെ നമ്മൾ വ്യഞ്ചിപ്പിക്കുന്നത് കൊണ്ട് നമ്മളൊക്കെ വ്യക്തികളാണ്. ഒരു ഉറുമ്പ് പോലും നടക്കുമ്പോ നമുക്ക് മനസ്സിലാകും എന്താണത്. അതിലെന്താണ്? അത് ഈശ്വര ചൈതന്യം അതിലുള്ളത് കൊണ്ടാണ് അത് നടക്കുന്നത്. ജീവചൈതന്യം അതിലുണ്ടാകും നടക്കുന്നു. നടക്കുക മാത്രമല്ല, അതിനെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരു ഉറുമ്പ് ഇത്തിരിയല്ലേ ഉള്ളൂ എങ്കിൽ പോലും അതുപോലും എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് അതിനെ തടയാൻ ശ്രമിക്കും എന്നാണ്. നമ്മൾ വല്ലതും നോക്കാറുണ്ടോ? ഇല്ല അല്ലെ? ഒരു ഉറുമ്പാണെങ്കിൽ പോലും അല്ലെ, വിവേകാനന്ദ സ്വാമികൾ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഉറുമ്പാണെങ്കിൽ പോലും അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഒരു ആനയാണെങ്കിൽ പോലും ഒന്ന് അതിനെ തടയാൻ ശ്രമിച്ചു നോക്കും. തൻ്റെ പ്രാണന് മുകളിൽ വരുന്ന ആ ആക്രമണത്തെ തടയാൻ അത് ശ്രമിച്ചു നോക്കും. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ശോചനീയമാണല്ലേ. ഒരു നിവൃത്തിയില്ല, എന്നാലും രക്ഷപ്പെടാൻ പറ്റുമെന്നൊന്ന് നോക്കും. അപ്പൊ എന്താണത്? അതിലെ ആ ചൈതന്യം, അതിനത് നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? അതും വ്യക്തിയാണ്. ഈ ചൈതന്യത്തെ അഭിവ്യഞ്ചിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ നദിയെയാണ് പറയുന്നത്. അപ്പോ ഭഗവാന്റെ പാദത്തിൽ ആശ്രയം തേടി എന്താണ് സ്വർഗം പോലും കാക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പറയാനാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. ഏതാണ് ആ വ്യക്തി? നദിയ. പക്ഷേ അതെന്താണ്? അത് കാക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോ കാക്ഷിക്കുകയോ കാക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നത് പ്രാണി വ്യവഹാരമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സംഗതി എന്ന് ഞാൻ നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു. അല്ല, വ്യക്തി തന്നെ അവിടെയുണ്ട്. അത് ഏത് വ്യക്തിയാണ്? അതൊരു നദിയാണ്, നിളാനദിയാണ്, നമ്മുടെ ഭാരതപ്പുഴയാണ് അല്ലെ. ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു എന്താണ്, വളരെ വൈകാരികമായ ഒരു അടുപ്പം നമുക്ക് അതിനോട് ഉണ്ട് അല്ലെ. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ, വടക്കോട്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ, കുറ്റിപ്പുറമാണെന്നുണ്ടെങ്കിലും ഷൊർണൂരാണെങ്കിലും ആ പുഴയിലേക്ക് നമ്മൾ ഒന്ന് നോക്കും. പട്ടാമ്പിയാണെങ്കിലും അവിടെയൊക്കെ കാണാം നമ്മൾ അതിലേക്ക്. കാരണം നമുക്ക് എന്തോ ഒരു വലിയ അടുപ്പം നമ്മുടെ ഈ നദികളോട് ഉണ്ട്. അപ്പോ ആ നദി, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭഗവാന്റെ പാദത്തിൽ ആശ്രയം തേടിയിട്ട് സ്വർഗം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണാം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ആ വ്യക്തി ഭാരതപ്പുഴയാണ്. എന്താണ് അത്? ഭാരതപ്പുഴയുടെ പ്രത്യേകത എന്താണ്? ഭാരതപ്പുഴ തിരുനാവായിൽ വരുമ്പോ ആ പുഴയെ നമ്മൾ ഗംഗയായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ കാണുമ്പോൾ, അപ്പൊ പട്ടാമ്പിയിൽ കാണുന്നുണ്ട്, നമ്മൾ അതിനെ ഗംഗയായിട്ട് സങ്കല്പിക്കുന്നില്ല. ഷൊർണൂർ പല സ്ഥലത്തും കുറ്റിപ്പുറത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ കാണുമ്പോഴും നമ്മൾ അങ്ങനെ സങ്കല്പിക്കുന്നില്ല. പക്ഷെ തിരുനാവായിൽ
ആ നദി എന്താണ്? അത് ഗംഗ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെയും പറയണ്ടേ ഇവിടെയും പറയണ്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഗംഗ ഇവിടെ മാത്രമായി നിൽക്കുകയാണ്. ഭാരതപ്പുഴ ഇവിടെ ഗംഗയായി നിലകൊള്ളുന്നു. എന്തുകൊണ്ടാണത്? യത് പദൗക, ഏതൊരു ഭഗവാന്റെ, വിഷ്ണു ഭഗവാന്റെ പദത്തെ ഓകമാക്കിയത്. ഓക എന്ന് പറഞ്ഞാൽ, ഓകസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആലയം എന്നാണ്, മന്ദിരം. അപ്പോ എന്താണ്? ഏതൊരു ദേവന്റെ പാദത്തെ തന്റെ നിലയമായിട്ടുള്ള ജലൗക. ഇവിടെയാണ് നമ്മൾ പദങ്ങളെ വളരെ അവധാനതയോടെ ഉപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി അടുത്ത് നോക്കണം പദത്തെ. ഉപേക്ഷിക്കുക, അടുത്ത് നോക്കുക. എന്താണ്? യത് പദൗക, യാതൊരു ദേവന്റെ പാദം തന്നെ ഓഗസായിട്ടുള്ള ജലൗക. ജലൗക എന്നുള്ള പദം ഡിക്ഷണറി എടുത്ത് നോക്കുക. അർത്ഥം എന്താണ്? അട്ട എന്നാണ് അർത്ഥം കിട്ടുക. അട്ടയില്ലേ, നമ്മുടെ വെള്ളത്തിലുള്ള അട്ട ഉണ്ടല്ലോ. ജലൗക എന്നുള്ള പദത്തിന് അർത്ഥം നോക്കിയാൽ എന്താണ്? അട്ട എന്ന അർത്ഥമാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ അട്ടയല്ല, വിഷ്ണു ഭഗവാന്റെ പാദം ആലയമായിട്ടുള്ള, ജന്മസ്ഥാനമായിട്ടുള്ള ജലൗക. അപ്പൊ ജലൗക, അട്ടയ്ക്ക് ജലൗക എന്ന് പര്യായം വരാൻ കാരണം ജലമാകുന്ന ഓകത്തോട് കൂടിയ വെള്ളത്തിലാണ് അത് വസിക്കുക, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്? ജലത്തിന് ഓഗസായിട്ടുള്ള, ജലത്തിന് ആലയമായിട്ടുള്ള എന്നാണ് അർത്ഥം. ജലത്തെ ആലയമാക്കിയത് എന്താണ്? ജല ആശയം. ജലം ശയിക്കുന്നത് കൊണ്ട് ജലാശയം എന്ന് പറയുന്നില്ലേ? ജലം ആ സമന്താത് ശേതേ, ഇതിൽ പൂർണ്ണമായും ശയിക്കുന്നു. എന്ത്? വെള്ളം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലാശയം. വാബിയെയും കൂപത്തെയും നദിയൊക്കെ നമുക്ക്, ഹ്രദം, തടാകത്തെയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ആശയം, ജല ആശയം എന്ന് പറയാം. ജലം അതിൽ പൂർണ്ണമായും ശയിക്കുന്നു എന്നർത്ഥത്തിൽ. അപ്പോ ജലൗക, ജലം ഓകമാക്കിയത് എന്നല്ല, ജലത്തിന് ഓകമായത്. സമാസം എന്താണ്? സമാസം വളരെ ഫ്ലെക്സിബിളാ, വളരെ എന്താണ് പറയാ, എലാസ്റ്റിസിറ്റി ഉണ്ട് സമാസത്തിന്. പക്ഷെ ഈ സമാസമാണ് ഭാഷയ്ക്ക് അവ്യക്തത കുറയ്ക്കുന്നത്, അംബിഗ്വിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ഉപകരണം എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് എന്ത്? സമാസം. എന്നാൽ ആ സമാസവും വളരെ ലിബറലാണ്, വെരി വെരി ഫ്ലെക്സിബിൾ ആണ് ഇത്. സമാസം ഒരു പദത്തിന് ഒരർത്ഥം പറഞ്ഞാൽ പല വിധത്തിൽ അത് പറയാൻ പറ്റും, അല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ഭീമസേനം പറയുന്നില്ലേ, അർജുന ജ്യേഷ്ഠൻ സഹിക്കയില്ലേതുമേ, അർജുന ജ്യേഷ്ഠൻ സഹിക്കല്ലോ എന്ന് പറഞ്ഞു. അർജുന ജ്യേഷ്ഠൻ സഹിക്കില്ല എന്ന് പറഞ്ഞാൽ ആരാണ്? ആ സന്ദർഭത്തിൽ കൽഹാര പുഷ്പത്തിന് വേണ്ടി പുറപ്പെട്ടത് ഭീമസേനായതുകൊണ്ട് ഭീമസേനൻ നമ്മളവിടെ അർത്ഥം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അർജുന ജ്യേഷ്ഠൻ ആരാണ്? അർജുന ജ്യേഷ്ഠന്മാരെന്ന് പറഞ്ഞാല് പാണ്ഡവരെല്ലാവരും അർജുന ജ്യേഷ്ഠന്മാരാണ്. അപ്പൊ എങ്ങനെയാണ്? അർജുനൻ ജ്യേഷ്ഠനായിട്ടുള്ളവർ അതാരാ? നകുലനും സഹദേവനുമാണ്, അല്ലെ? അർജുനൻ ജ്യേഷ്ഠനായിട്ടുള്ളത് ആർക്കാ? നകുലനും സഹദേവനുമാണ്. ബഹുവ്രീഹി സമാസം എടുത്താൽ അർജുനന്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷഷ്ടി തത്പുരുഷൻ എടുത്താൽ ആരായി തീർന്നു? ഭീമനും യുധിഷ്ഠിരനും കർണനും ആയി തീർന്നു, അല്ലെ? അർജുനൻ ജ്യേഷ്ഠന്മാരാണ്. ഇനി അർജുനൻ തന്നെ അർജുന ജ്യേഷ്ഠനല്ലേ, അല്ലെ? അർജുനനാകുന്ന ജ്യേഷ്ഠൻ, അർജുനൻ ചേട്ടൻ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അർജുനനാകുന്ന ജ്യേഷ്ഠൻ, അർജുനൻ ജ്യേഷ്ഠൻ. സമാസത്തിന്റെ വലിയൊരു പ്രത്യേകത. പക്ഷേ ഭാഷയിൽ ഭാഷയിൽ അത് വ്യക്തത വരുത്താൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു ഉപായമാണ്. മലയാളത്തിൽ പലപ്പോഴും നമ്മൾ വിശേഷണം ചേർത്തൊരു പദം പ്രയോഗിച്ചാൽ അർത്ഥാവഗമനം വളരെയേറെ ക്ലേശകരമാണ്, അല്ലേ? ഈ ഇലക്ഷനിൽ വിജയിച്ച അദ്ദേഹത്തിന്റെ പത്നിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ പദ്ധതിയുടെ നടപ്പാക്കുന്നത്. ഈ ഇലക്ഷനിൽ വിജയിച്ച അദ്ദേഹത്തിന്റെ പത്നിയുടെ. അപ്പോ അദ്ദേഹമാണോ ഇലക്ഷനിൽ വിജയിച്ചത്? പത്നിയാണോ?
ഇലക്ഷനിൽ വിജയിച്ചത് അല്ലെ? ഇലക്ഷനിൽ വിജയിച്ച അദ്ദേഹത്തിന്റെ പത്നിയുടെ ആഗ്രഹപ്രകാരം അല്ലെ? അപ്പൊ അവിടെ പ്രശ്നമായി തീർന്നു. അപ്പൊ എന്താണ്, പത്നിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഉത്തീർണ നിർവാചനായാഹ, ഉത്തീർണ നിർവാചനയായ തത്പത്നി, അദ്ദേഹത്തിന്റെ പത്നി. ആരാ ജയിച്ചത്? പത്നിയാണ്. അദ്ദേഹം അല്ല, അദ്ദേഹം തോറ്റു തന്നെ ഇരിക്കുകയാണ്. അപ്പോ എന്താണ് അവിടെയാണ് എന്ത് വരുന്നത്? ഈ സമാസത്തിന്റെ സമാസം കൃത്യമായിട്ട് അങ്ങോട്ട് അതിൽ നിയമിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പന്മന രാമേന്ദ്രൻ എന്നൊരു മാന്യനുണ്ട്, മഹാനുണ്ട്. അദ്ദേഹം പലപ്പോഴും ഭാഷയുടെ ശുദ്ധിയെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, എന്താണ്, മദാമ്മയുടെ എന്താണ് കാലൊടിഞ്ഞ മദാമ്മയുടെ കസേര എന്ന് പറയാറുണ്ട്. കസേരയുടെ കാലമാണോ മദാമ്മയുടെ കാലമാണോ ഒടിഞ്ഞതെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അപ്പോ എന്താണ് അത് മദാമ്മയുടെ ആണെങ്കിൽ എന്താണ് ഭഗ്നപാതയായ എന്താണ് മദാമ്മ എന്ന് പറഞ്ഞു. മദാമ്മയുടെ കാലാണ് ഒടിഞ്ഞത്. പീഠത്തിന്റെ ആണെങ്കിലോ ഭഗ്നപീഠസ്യ എന്ന് പറഞ്ഞു. മദാമ്മയുടെ എന്താണ് ഭഗ്നപാദസ്യ പീഠസ്യ, ഭഗ്നപാദമായ പീഠം. കണ്ടോ, സമാസം ഭാഷയിൽ വരുത്തുന്ന വ്യക്തതയുണ്ട്. സംസ്കൃത ഭാഷയുടെ പ്രത്യേകതകളിൽ ഒന്ന് എന്താണ്? ശരിയായ സമസ്ത പദങ്ങളെ ഉണ്ടാക്കാനുള്ള ആ കഴിവാണ് അർത്ഥം. അപ്പൊ അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ മഹാത്മ്യം അറിയുക. പിന്നെ സംസ്കൃതത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്, വിശേഷണ വിശേഷങ്ങൾ ഒരേ ലിംഗവിഭക്തി വചനങ്ങളിൽ വരണം എന്നുള്ളത്. അപ്പൊ ഇവിടെ സമാസത്തിന്റെ ഈ ഒരു വലിയ ആനുകൂല്യം എടുത്തുകൊണ്ട് നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് പോവുകയാണ്. ജലത്തെ ഓഗമാക്കിയതല്ല, ജലത്തിനെ ഓഗസ് ആക്കിയത്, വെള്ളത്തിന് ആലയമായി വർത്തിക്കുന്നു. അതെന്താണ്? അത് ജലാശയമാണ്. അല്ലാതെ ജലത്തിൽ ശയിക്കുന്ന അട്ടയല്ല. ജലം എന്തിൽ ശയിക്കുന്നു? ആ നദിയാണ് എന്ന് അർത്ഥം. അവിടെയാണ് ഏതൊരു ഭഗവാന്റെ പാദത്തെ തൻ്റെ എന്താണ് ആലയമായി കാണുന്ന ഏതൊരു ജലാശയമാണോ ആ പാദത്തിൽ തന്നെ ഇരുന്ന് നാഗം ന ആകാംക്ഷതേ, നാഗത്തെ കാക്ഷിക്കുന്നില്ല. നാഗം എന്താണ്? സ്വർഗം അല്ലെ? കം എന്ന് പറഞ്ഞാൽ സുഖം അല്ലെ? അകം എന്ന് പറഞ്ഞാൽ സുഖം അല്ല, കം എന്താണ്? സുഖം. അകം എന്ന് പറഞ്ഞാൽ ദുഃഖം. നാകം ന അകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമില്ലാത്ത അവസ്ഥ. ദുഃഖമുള്ള അവസ്ഥ എന്താണ്? നൃണാം അകഹ, നരന്മാർക്ക് ദുഃഖമുള്ളത് നരകം അല്ലെ? നരകം. ന അകം, അകമില്ലാത്തത് നാഗം. അപ്പൊ എല്ലാവരും കാക്ഷിക്കുക എന്താണ്? ദുഃഖമില്ലാത്ത അവസ്ഥയാണ് എല്ലാവരും കാക്ഷിക്കുക. നാഗം കാക്ഷിക്കുന്നു, സ്വർഗം കാക്ഷിക്കുന്നു. പക്ഷേ ഈ വിഷ്ണുപദത്തിൽ നിൽക്കുന്ന ഈ നദി സ്വർഗം പോലും കാക്ഷിക്കുന്നില്ല. കാരണം എന്താണ്? എന്നും ഇവിടെ തന്നെ ഇരിക്കണം. ഇവിടെയാണ് സുരക്ഷിതത്വം ഉള്ളത്. ഇവിടെ നിന്ന് വിട്ടാൽ എന്താണ് കുഴപ്പം എന്ന് പറയുന്നുണ്ട്. എന്താണ്? ഇവിടെ നിന്ന് നീങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന കുഴപ്പം, അപകടം എന്താണ്? ദുഷ്കൃതി വിദുരഭിയ, ദുഷ്കൃതികളാൽ താൻ വിദുരയായി തീരും എന്നുള്ള ഭയത്താൽ, ഭയം. ദുഷ്കൃതികൾ എന്ന് പറഞ്ഞാല് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, ചീത്ത പ്രവൃത്തികൾ. എന്താണ് ചോദ്യമാണോ? ആരും ചോദിക്കുന്നുണ്ടോ? ദുഷ്കൃതി വിദുരതിയ, ദുഷ്കൃതികളാൽ താൻ വിദുരയായി തീരുമോ എന്നുള്ള ഭയത്താൽ. വിദുര എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിത എന്ന് പറഞ്ഞാൽ ഭേദിക്കുക. ഭിത്തി എന്നുള്ള പദമൊക്കെ ഇല്ലേ? ഭിത്തി, ഭിത് ധാതുവിൽ നിന്ന് ഉണ്ടാവുന്ന ഭിത്തി അല്ലെ? അപ്പുറത്തെ മുറിയിൽ നിന്ന് ഈ മുറിയെ ഭേദിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തുന്നതാണത് ഭിത്തി. സംസ്കൃത പദം ഭിത്തി എന്നുള്ള ഭിത് ധാതുവിൽ നിന്നാണ്. വിദുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദിക്കുന്ന ശീലത്തോടു കൂടിയത്, വീണ്ടും വീണ്ടും ഭേദിക്കപ്പെടുക. ഉരച്ച് പ്രത്യേകം വന്നാൽ അത് ശീലമാക്കിയത് എന്നർത്ഥം. വിദുരർ. വിദ് ധാതുവിന് എന്താണ്? ജ്ഞാനാർത്ഥകമാണ്. വിദുരർ ആരാണ്? അറിയുന്ന ശീലത്തോടു കൂടിയവൻ എന്നർത്ഥമാണ് വിദുരര്. അപ്പോ അറിയുന്ന ശീലത്തോ വീണ്ടും 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 അറിയുന്നവൻ എന്നർത്ഥം.
അപ്പോ ഭിദുരൻ എന്ന് പറഞ്ഞാലോ, ഭിദുരം എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും ഭേദിക്കപ്പെടുന്ന അവസ്ഥ. താൻ ദുഷ്കൃതികളാൽ വീണ്ടും വീണ്ടും ഭേദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുക എന്ന അർത്ഥമാണ്. അതായത് നദി എപ്പോഴും എന്താണ്? സ്വച്ഛ അംബസിന്റെ പ്രവാഹമാണ് നദി, സ്വച്ഛ ജലത്തിന്റെ പ്രവാഹമാണ്. ആ സ്വച്ഛതയ്ക്ക് എവിടെ കോട്ടം വരുന്നുവോ അവിടെ നദി എന്തായിത്തീരുന്നു? നദി ഭേദിക്കപ്പെടും. എത്രയോ നദികളാണ് നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന വിധത്തിൽ സർവമാലിന്യങ്ങളും നിക്ഷേപിച്ച് കിടക്കുന്നത്. എത്ര ഘോരമായ അപരാധമാണ്! നദിയെ നമ്മൾ ദേവതയായിട്ടാണ് കരുതുന്നത്. എന്തിനാണ് ദേവതയായിട്ട് കരുതുന്നത്? ദേവതയുടെ വരദാനങ്ങൾ നമ്മൾ ആവോളം അനുഭവിക്കുക, ആസ്വദിക്കുക. നിങ്ങൾ കുളിക്കാനോ കുടിക്കാനോ എന്താണ് കൃഷിക്കോ എന്തിനു വേണമെങ്കിലും ഉപയോഗിച്ചോളൂ, ഒരു പരാതിയുമില്ല. പക്ഷേ അതിനോട് അനാദരവ് കാണിക്കരുത്, മലിനപ്പെടുത്തരുത്. ഇതിനാണ് നമ്മൾ എന്തായി കാണുന്നത്? ദേവതാ സങ്കല്പമായിട്ട് കാണുന്നത്. ദേവതാ സങ്കല്പം അതിനു വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ നദി എന്താണ്? നദികളായിക്കോട്ടെ, പർവ്വതങ്ങളായിക്കോട്ടെ, കാനനമായിക്കൊള്ളട്ടെ, ഭൂമി ആയിക്കൊള്ളട്ടെ, എല്ലാം നമുക്ക് ദേവതകളാണ്. എന്തിനാണ്? വായു ദേവതയാണ്. എന്തിനാണ് ദേവതയായി കണ്ടത്? അതിന്റെ വരദാനം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ, പക്ഷേ മലിനമാക്കരുത്, അനാദരവ് കാണിക്കരുത് എന്നതിനാണ് അതിനെ ദേവതയായിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ എപ്പോൾ നദി മലിനയാക്കപ്പെടുന്നുവോ അപ്പോൾ അത് ഭേദിക്കപ്പെട്ടു. ദുഷ്കൃതികളാൽ വീണ്ടും വീണ്ടും ഭേദിക്കപ്പെടുമോ എന്ന ഭയത്താൽ ആ നദി എന്ത് ചെയ്യുന്നു? വിഷ്ണുപാദത്തിൽ തന്നെ നിൽക്കുന്നു. അതായത് ആ തിരുനാവായിൽ മാത്രമാണ് അതിനെ എന്തായിട്ട് കാണുന്നത്? അതിനെ നമ്മൾ ഗംഗയായിട്ട് കാണുന്നത്. അപ്പൊ എന്താ സങ്കല്പം? ഗംഗ എന്താക്കാൻ പാടില്ല? മലിനീകരിക്കപ്പെടാൻ പാടില്ല. ഇവിടെ നിന്ന് പുറത്തേക്ക് മാറിയാൽ താൻ മലിനയാക്കപ്പെടും എന്നുള്ള ഭയം കൊണ്ട് ഗംഗാനദി അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ്. അപ്പൊ ഏതൊരു ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചാണോ സ്വർണനദിയായ ഗംഗ മറ്റെങ്ങും പോകാതെ അവിടെ തന്നെ നിലകൊള്ളുന്നത്, ആ വിഷ്ണു ഭഗവാൻ അദ്ദേഹം എങ്ങനെയുള്ള ഭഗവാനുമാണ്? നിരന്തരമായിട്ടുള്ള ആ സ്വർഗീയമായ അനുഭൂതിയെ, ബ്രഹ്മസാക്ഷാത്കാരത്തെ നൽകുന്നതിൽ എന്താണ് ശൗണ്ഡനായിരിക്കുന്ന, സമർത്ഥനായിരിക്കുന്ന വിഷ്ണു ഭഗവാനാണ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. എന്നിട്ട് ഇത് എന്ത് കാക്ഷിക്കുന്നില്ല? നാഗം പോലും സ്വർഗം പോലും കാക്ഷിക്കാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോ മനുഷ്യർക്ക് എന്തുണ്ട്? ഒരു ആഹ്ലാദകരമായിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് വിചാരിക്കും? ഇത് തന്നെ മതി, ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്കും പോകേണ്ടതില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഈ നദിക്ക്. ആ സംരക്ഷണം അത്രയേറെ അവിടെയുണ്ട്. പുറത്തിറങ്ങാൻ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന ശങ്കയോടുകൂടി. ഇനി അതാണ് പാദാബ്ജം നിള ദുഷ്കൃതി ഭിദുരഭിയ സംശ്രിത ഇവ. അപ്രകാരമുള്ള ഒരു ഭീതിയോടുകൂടി ആശ്രയിച്ചവളെ പോലെ പ്രലീന, അവിടെ ആ പാദത്തിൽ പ്രലീനയായിട്ട്, പ്രകർഷേണ ലീനയായിട്ട്. ലീനയാവെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലയിക്കുക, ആ പാദത്തിൽ തന്നെ അങ്ങോട്ട് വിലയം പ്രാപിച്ച് ഇരിക്കുന്നു എന്നർത്ഥം. ഭയപ്പെടുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ മാറിനോട് ചേർന്ന് കിടക്കുന്നത് പോലെ, അതെ, അവിടെ ലയമാണ് അല്ലേ, ലയിച്ചങ്ങോട്ട് കിടക്കുകയാണ് അവിടെ. അപ്പൊ അപ്രകാരം ആ പാദത്തിൽ പ്രലീനയായി, ആ പാദത്തെ എന്താണ് ആശ്രയിച്ചുകൊണ്ട് കിടക്കുന്നു ഈ നിളാനദി. അവിടെ എങ്ങനെയാണ്? ഗംഗയായി തന്നെ ശയിക്കുന്നു എന്നർത്ഥം. സഹ അയം, അങ്ങനെയുള്ള ഇദ്ദേഹം, സഹ അയം സർവാഘ സംഘ പ്രശമന ശമനാകാരക, സർവ അഘ സംഘ പ്രശമന ശമനാകാരക ദേവദേവ. അയം ദേവദേവ. ദേവദേവോ നാമ ദേവാനാം അഭി ദേവ, ദേവന്മാർക്കും ദേവനായിരിക്കുന്നവൻ. ദേവന്മാർക്കും ദേവന്മാരിൽ വെച്ച് തന്നെ അഗ്രണിയായിരിക്കുന്നവൻ, ദേവദേവനായിട്ടുള്ള ആ ദേവൻ. ആ ദേവൻ എങ്ങനെയുള്ള ദേവനാണ്? സർവ അഘ സംഘ പ്രശമന ശമന ആകാരക.
സർവങ്ങളായിട്ടുള്ള എല്ലാ അഘങ്ങളെയും, അഘം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപങ്ങള്. അഘസംഘം, അഘങ്ങളുടെ സമൂഹം, കൂമ്പാരങ്ങൾ, കൂട്ടങ്ങൾ. അഘസംഘ പ്രശമനം, പ്രശമനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃഷ്ടമായ രീതിയിൽ ശമിപ്പിക്കുന്നത്, ഏറ്റവും പ്രകൃഷ്ടമായ രീതിയിൽ ശമിപ്പിക്കുക. അപ്പൊ എന്താണ്? ശമിപ്പിച്ചാൽ എന്താകാൻ പാടില്ല? പിന്നെ ഒന്നും അതിന് ബാക്കിയാകാൻ പാടില്ല. അതുകൊണ്ടാണ്, അതായത് അഘത്തെ ശമിപ്പിക്കുകയും അഘസംസ്കാരത്തെ തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്യുക. അത് നാരായണീയത്തിലൊക്കെ തന്നെ അത് പറയുന്നുണ്ട്. എന്താണ്? അവിടെ ഈ അഘം, സാധാരണഗതിയിലുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ എന്താണ്? പാപം ലുനന്തി, പാപത്തെ അത് എന്ത് ചെയ്യും? ശമിപ്പിക്കും. കിന്തു ന ലുനന്തി വാസനാം, വാസനയെ ശമിപ്പിക്കില്ല. അപ്പൊ ഈ ശമിപ്പിക്കുന്നതിൽ എന്ത് വേണം? പാപം ഹനിക്കപ്പെടണം, ഇല്ലാതെയാക്കപ്പെടണം. എന്താകാൻ പാടില്ല? പാപവാസന പിന്നെ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ സാധാരണഗതിയില് ശ്രുതികളിലൊക്കെ വിഹിതങ്ങളായിട്ടുള്ള എന്താണ്? പരിഹാരക്രിയകളൊക്കെ പാപത്തെ നശിപ്പിക്കും. ന ലുനന്തി വാസനാം, വാസനയെ മാറ്റിക്കളയുകയില്ല. അനന്തസേവാത്തു വികൃന്തതിദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് അവിടെ പറയുന്നത്? നമ്മുടെ പണ്ട് എന്താണ് ഇവിടേക്ക് പോയപ്പോ, അജാമിളോ നാമ മഹീസുരപുര ചരൺ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമി. ആ അജാമിളൻ എന്താണ് ചെയ്തത്? നല്ല നീതിയുടെ മാർഗത്തിലൊക്കെ നടന്ന ആള് കാട്ടിപ്പോയപ്പോഴാണ് അവിടെ സുദൃഷ്ടശീലാം കുലടാം മദാലസാം, മദാലസയായ ഒരു കുലടയെ കണ്ടു. പിന്നെ അവളോടൊപ്പം ജനിച്ചു. എന്നിട്ട് എന്താണ്? അവളിൽ സന്തതികളൊക്കെ ഉണ്ടായി. അങ്ങനെ നടക്കുന്ന കാലത്താണ് എന്താണ് അദ്ദേഹത്തിന് എന്താണ് കാലൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് വല്ലാതെ ഭയപ്പെട്ട് മകന്റെ പേര് വിളിച്ചു, നാരായണ എന്നങ്ങോട്ട് വിളിച്ചു. നാരായണൻ മകന്റെ പേരാണ്, വിഷ്ണു ഭഗവാനെ അല്ല വിളിച്ചത്. പക്ഷേ ആ നാമത്തിന്റെ മഹിമ കൊണ്ട് അജാമിളന്റെ അടുത്ത് എന്ത് ചെയ്തു? ഉടൻ തന്നെ വിഷ്ണു പാർഷദന്മാർ വന്ന് യമകിങ്കരന്മാരെ അട്ടിയോടിച്ചു. അപ്പൊ അവിടെ പറയുന്നതാണ് എന്താണ്? ശ്രുതി സ്മൃതികളിൽ വിഹിതങ്ങളായിട്ടുള്ള യമാദികൾ, യമ നിയമാദികൾ അവ എന്ത് ചെയ്യുന്നു? ലുനന്തി പാപം. പിന്നെ എന്താണ്? ന വാസനാം ന ലുനന്തി, പാപത്തെ കളയും പക്ഷെ വാസനയെ കളയില്ല. എന്നാൽ അനന്ത സേവാത്തു വികൃന്തതിദ്വയീം, ഭഗവാനെ സേവിച്ചാൽ അതെന്തായിത്തീരും? അനന്തൻ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ തന്നെ അംശമാണ്. അതുകൊണ്ടാണ് അനന്ത സേവാത്തു വികൃന്തതിദ്വയീം എന്ന് പറഞ്ഞത്. അഥവാ ഭഗവാൻ തന്നെ അനന്തനാണ്, അന്തമില്ലാത്തവനാണ്. ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരെ എന്ന് ആര് പറഞ്ഞു? വിഷ്ണു ഭഗവാന്റെ പാർഷദന്മാർ അജാമിളനെ അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവത് സ്മരണയിൽ നിന്റെ പാപവും പാപവാസനയും ഇല്ലാതായിരിക്കുന്നു അജാമിള എന്ന് അവിടെ കിങ്കരന്മാരെ ആട്ടിയോടിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ പാർഷദന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം തന്നെയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. ഏതാണ്? പ്രശമനം, പ്രകർഷേണ ശമിപ്പിക്കുക, പാപങ്ങളെ അങ്ങോട്ട് ഭസ്മസാത്കരിക്കുക. ഭസ്മീകരിക്കുക എന്ന് പറയുന്നതും ഭസ്മസാത്കരിക്കുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഭസ്മീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ അന്ത്യേഷ്ടിയിലൊക്കെ ശവസംസ്കാരം, ശവമൊക്കെ നമ്മൾ ദഹിപ്പിക്കാറുണ്ട്. അവിടെ എന്താണ്? ശവം ഭസ്മീകരിക്കുന്നു. നത്തു ഭസ്മസാത്കരോതി, ശവത്തെ നമ്മളവിടെ ഭസ്മസാത്കരിക്കുന്നില്ല, ഭസ്മീകരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഭസ്മസാത്കരിച്ചാൽ പിന്നെ അതിലെന്തുണ്ടാവില്ല? യാതൊന്നും തന്നെ അവശേഷിക്കുകയില്ല. ഭസ്മീകരിച്ചാലോ പിന്നെയും അവശേഷിക്കാം, അല്ലെ? നമ്മൾ അന്ത്യേഷ്ടി നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സഞ്ചയനം ചെയ്യാറുണ്ട്. അതിൽ ദഹിക്കാത്ത അസ്ഥിഖണ്ഡങ്ങൾ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അസ്ഥിഖണ്ഡങ്ങൾ ദഹിക്കാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഭസ്മീകരിച്ചതേയുള്ളൂ, ഭസ്മസാത്കരിച്ചിട്ടില്ല. അങ്ങനെ പാടില്ല എന്നുമാണ്. ചിത കൊളുത്തുന്നതിന്റെ മുമ്പുള്ള മന്ത്രങ്ങളിൽ ഒരു മന്ത്രം അതാണ് പറയുന്നത്. ഈ ഗാത്രത്തെ എന്താകരുത്? അഗ്നിദേവ അവിടുന്ന് ഭസ്മസാത്കരിക്കരുത്. എന്നാലോ ഇതിന്റെ മുടിയോ ഇതിന്റെ മാംസമോ ഒന്നും
ചിതറിക്കിടക്കാനും ഇടവരരുത്. ആ വിധത്തിൽ ഭസ്മമാക്കാനേ അവിടെ അഗ്നി ഭഗവാനോട് നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് അതിൽ അല്പം അവശേഷിക്കും നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ചിതയെല്ലാം ആറിയതിനു ശേഷം നമ്മൾ അതിൽ നിന്ന് അസ്ഥിഖണ്ഡങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് സംസ്കരിക്കുന്നത്. അപ്പോ ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഇതിലൊക്കെ ഓരോ പദവും വളരെ കൂടുതൽ വ്യാഖ്യാനങ്ങൾ വേണ്ടതാണ്. അഘൗഘങ്ങളെ പ്രശമനം ചെയ്യുന്നതിൽ, പ്രകൃഷ്ടമായ രീതിയിൽ ശമിപ്പിക്കുന്നതിൽ, പാപങ്ങളെ തുടച്ചു നീക്കുകയും പാപവാസനയെ വരെ നിർമാർജനം ചെയ്യുന്നതിൽ സമർത്ഥമായിരിക്കുന്ന സർവ അഘസംഘ പ്രശമന ആകാരക, പ്രശമനത്തിന്റെ തന്നെ ആകാരത്തിൽ വർത്തിക്കുന്നവൻ. ഇപ്പൊ ഭഗവാൻ ഒരു അതിരിക്തമായ ഒരു ശ്രമത്തിലൂടെ അഘൗഘത്തെ ശമിപ്പിക്കുകയല്ല, ഭഗവത് സ്വരൂപം തന്നെ അഘൗഘത്തെ ശമിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ദേവന്മാർക്കും ദേവനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ, ശ്രീനാവാക്ഷേത്രകനായിട്ടുള്ള സാക്ഷാത് വിഷ്ണു ഭഗവാൻ, ഏതൊരു വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ ആണോ ഗംഗാനദി, വിഷ്ണുവിന്റെ പാദത്തിൽ തന്നെ ഉണ്ടായതാണ് ഗംഗ. ആ ഗംഗ താൻ എവിടെ നിന്ന് മാറിയാൽ ദുഷ്കൃതികളാൽ തൻ്റെ പാവനത്വം നശിപ്പിക്കപ്പെടുമോ എന്ന ഭീതി കൊണ്ട് ഭഗവത് സാന്നിധ്യത്തിൽ, ഭഗവതിന്റെ പദത്തിൽ തന്നെ അഭയം തേടിയ അവസ്ഥയിൽ തന്നെ വർത്തിക്കുന്നത്. ഭക്തന്മാർക്ക് അന്യാദൃശമായിട്ടുള്ള ബ്രഹ്മാസ്വാദം നൽകുന്നതിൽ സമർത്ഥനായിരിക്കുന്നവനും ആയ ആ വിഷ്ണു ഭഗവാൻ ദേവദേവ സദാ അപി, എല്ലായ്പ്പോഴും നമുക്ക് എന്തിനെ നൽകട്ടെ? ആനന്ദത്തെ പ്രദാനം ചെയ്യട്ടെ, നമുക്ക് മംഗളങ്ങളെ പ്രദാനം ചെയ്യട്ടെ എന്നർത്ഥം. നമ്മളെ രക്ഷിക്കട്ടെ. ഇങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. രക്ഷണം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ഭീതികളെ അകറ്റി രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്. അതാണ് ശ്രീ നാവാക്ഷേത്രഗോ. ഇപ്പൊ അത് അർത്ഥം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് ചൊല്ലാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാകും തോന്നുന്നു. അർത്ഥബോധത്തോടു കൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം ചൊല്ലിയാൽ ഹൃദ്യസ്ഥമാവുകയും ചെയ്യും. ശ്രീ നാവാക്ഷേത്രഗോ മാ അവധു ഹരിരനിശം യത്പദൗകാ ജലൗകാ നാഗം നാകാംക്ഷതേ അന്യാദൃശ രസരസനാദാന ശൗണ്ടോരിദണ്ഡ യത്പാദാബ്ജം നിടാ ദുഷ്കൃതി ഭിദുരഭിയാ സംശ്രിദേവ പ്രലീന സോയം സർവാഘസംഘ പ്രശമന ശമനാകാരകോ ദേവദേവ. അപ്പോ ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടി ചിന്തിക്കാം. സംശയത്തിന് ഞാൻ മറുപടി പറഞ്ഞു തരാം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സംശയങ്ങൾ പല സംശയങ്ങളും ഉണ്ടാകാം. എല്ലാറ്റിനൊന്നും മറുപടി പറയാൻ മാത്രമുള്ളതായ പ്രാഗൽഭ്യം എനിക്കില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ക്ഷേത്രത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകായിരുന്നു. നമ്മളെ ഒന്നും വഴിതെറ്റിപ്പോകാതെ വീണു പോകാതെ കാലിടാതെ ആ ക്ഷേത്രത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. തീർച്ചയായിട്ടും നമ്മിൽ പലർക്കും കൂടുതൽ തിരുനാവായ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ ശ്ലോകത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ആഗ്രഹം കാണും. ഓരോരുത്തരായിട്ട് നമുക്ക് ചോദിക്കാം. ഏതാനും മിനിറ്റുകൾ സാറ് നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. നമസ്കാരം സാർ. ഒരു സംശയം ഉണ്ട് എനിക്ക്. ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. അതില് രസരസനാദാനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എന്തിനെ കുറിക്കുന്നത്? രസരസന എന്ന് പറയുമ്പോൾ അനുഭവങ്ങളുടെ രസം എന്നുള്ളത് തന്നെയാണോ, അതെയോ രസരസന എന്ന് പറയുന്ന വാക്കുകളാണോ? അത് രസം എന്ന് പറയുന്നത് അനുഭൂതി, അതായത് ബ്രഹ്മാസ്വാദത്തിന്റെ രസം. ബ്രഹ്മാസ്വാദ സഹോദരമാണെന്നാണ് കാവ്യമാണെങ്കിൽ പോലും കാവ്യത്തിലെ പോലും രസം ബ്രഹ്മാസ്വാദത്തിന് സദൃശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രസം എന്ന് പറയുന്നത് അതിന്റെ ആസ്വാദ്യമായ അംശം. രസന എന്ന് പറയുന്നത് അതിനെ ആസ്വദിക്കുന്ന പ്രക്രിയ. അപ്പൊ രസരസന എന്ന് പറഞ്ഞാൽ രസത്തെ രസനം ചെയ്യുന്ന ആ പ്രക്രിയയാണ് രസരസന എന്ന് പറയുന്നത്. നമ്മൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിനെ അനുഭവിക്കണ്ടേ? അനുഭവിക്കുക. അപ്പൊ നല്ല ഒരു പായസമാണ്. ആ പായസം എന്താണ്? അതൊരു രസമാണ്.
പായസം അല്ലേ, രസമാണത് അല്ലെ. എന്താണ്, പല പ്രകാരത്തിലുള്ള ചേരുവകൾ കൂട്ടി, എന്താണ്, ഒരു ചേരുവയുടെയും രസമല്ല, എല്ലാം ചേർന്ന വിധത്തിലുള്ളതായ ഒരു അനുഭൂതിയാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, പായസം. പയസാ വിനിവർത്തിതം, പയസ് കൊണ്ട് പാല് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പായസം എന്ന് പറയുന്നത്. അപ്പൊ ആ പായസത്തെ പിന്നെന്താണ്, അതിനെ അനുഭവിക്കലാണ് ഏത്, രസത്തിന്റെ രസന എന്ന് പറയുന്നത്. അപ്പൊ രസത്തെ അനുഭവിക്കുന്നതിൽ, രസത്തിന്റെ ആസ്വാദത്തെ നൽകുന്നതിൽ സമർത്ഥനായിട്ടുള്ളവൻ എന്നർത്ഥം. രസന എന്ന് പറഞ്ഞ നാവെന്ന് അർത്ഥമില്ലേ? നാവെന്ന് അർത്ഥമുണ്ട്, നാവ് എന്ന അർത്ഥമുണ്ട്. രസന, നാവ് എന്ന അർത്ഥമുണ്ട്. ജിഹ്വ എന്ന അർത്ഥമുണ്ട്. നാവ് നമുക്ക് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു അവയവമാണ് നാവ്. നാവും പിന്നെ നിയന്ത്രിക്കാൻ പ്രയാസമുള്ള എന്താണ്, വേറെ ഒന്നും കൂടി ഉണ്ട്, അത് ലൈംഗികതയാണ് അല്ലെ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭാഗവതത്തില് ധൈര്യത്തിന് ലക്ഷണം പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ജിഹ്വോപസ്ഥജയോ ധൃതി. ധൃതി എന്ന് പറഞ്ഞാൽ തിടുക്കം എന്നല്ല അർത്ഥം. നമ്മൾ മലയാളത്തിൽ തിടുക്കം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. ധൃതി എന്ന് പറഞ്ഞാൽ എന്താണ്, ധരിക്കലാണ്, നമ്മുടെ മനസ്സ് നിയന്ത്രണം വിട്ടുപോകാതെ അതിനെ പിടിച്ചു നിർത്തലാണ് ധൃതി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ധൈര്യം എന്നും പറയുന്നത്. ജിഹ്വ, നാവിനെയും ഉപസ്ഥം ലൈംഗിക അവയവമാണ്. ലൈംഗികതയെയും നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ധൈര്യം എന്ന് അവിടെ ഭാഗവതം പറയുന്നു. നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നമുക്ക്. എന്താണ്, നാവ് കാരണം അതിൽ 2 ഇന്ദ്രിയമുണ്ട്, ഒരു ജ്ഞാനേന്ദ്രിയവും ഒരു കർമ്മേന്ദ്രിയവും. ജ്ഞാനേന്ദ്രിയം എന്താണ്, രുചികളെ അറിയുന്നത്. നാവിനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം പല വിധത്തിൽ അങ്ങ് മാറ്റിയെടുത്ത് ഏറ്റവും അനാരോഗ്യകരമായി മാറ്റുന്നു. ഭക്ഷണം എങ്ങനെയായിരിക്കണം, ഭക്ഷണം രോഗങ്ങളെ ഹനിക്കുന്നതാകണമെന്നാണ്, ഭക്ഷണം ഔഷധമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് പല ആളുകളും ഔഷധമാണ് ഭക്ഷണം പോലെ കഴിക്കുന്നത് അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു 20 ഗുളിക അങ്ങോട്ട് കഴിക്കുകയായി. അതുകൊണ്ട് ഇഡലി 2 മതി, 6 കഴിക്കുന്ന ആളാണ് 2 മതി, ബാക്കി 4 സ്ഥാനത്ത് ഗുളികയാണ് കഴിക്കുന്നത്. ഭക്ഷണം എന്തായിരിക്കണം, ഔഷധമായിരിക്കണം. അത് ഈ നാവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അതെന്താവുന്നത്, എല്ലാ രോഗങ്ങൾക്കും നിദാനമായിട്ടുള്ള വിധത്തിൽ നമ്മൾ അതിനെ കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് പിന്നൊന്ന് എന്താണ്, വാക്കിനെയും നിയന്ത്രിക്കാൻ കഴിയില്ല, പലർക്കും കഴിയില്ല. അതുകൊണ്ടാണ് പല പല ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ചില വാക്കുകൾ പറഞ്ഞതിന്റെ പേരിൽ ആ സ്ഥാനം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ പറഞ്ഞ ആള് രാജിവെക്കണം, നമ്മളൊക്കെ ബഹളം വെക്കാറുണ്ട്. അപ്പൊ നാവിനെ നിയന്ത്രിച്ചാൽ നമ്മുടെ ആരോഗ്യവും ശരിയായി, സമൂഹത്തിന്റെ ആരോഗ്യവും നേരെയാകും. അതുപോലെ തന്നെ ലൈംഗികതയും നിയന്ത്രിക്കാൻ ആർക്കാണ് അതിനെ ബ്രിങ് അണ്ടർ അബ്സല്യൂട്ട് കൺട്രോൾ, അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അവനാണ് ധീരൻ എന്ന് പറയുന്നത്. അപ്പൊ രസന എന്ന് പറഞ്ഞാൽ എന്തും കൂടിയാണ്, നാവും കൂടിയാണ്, രസനം എന്ന പ്രക്രിയയും കൂടിയാണ്. അപ്പൊ രസന എന്ന് പറഞ്ഞാൽ രസ ആസ്വാദനം എന്നാണ് അർത്ഥം. അത് നൽകുന്നതിൽ സമർത്ഥനായിരിക്കുന്ന എന്നാണ് അർത്ഥം. അതല്ലേ ഒരു സംശയം? അതെ. വേറെ ഒന്നുകൂടെ ഉള്ളത് പ്രശമന ശമനാകാരകൻ. അത് പ്രശമനം എന്ന് മനസ്സിലായി, പിന്നെ ശമനാകാരം വരുന്ന അതെന്താന്ന് മനസ്സിലായില്ല. പ്രശമനം ചെയ്യുന്ന ശമനൻ ആരാണ്? അഗ്നി. ശമനൻ എന്ന് പറഞ്ഞാല് അഗ്നി. നമ്മുടെ കലി ചോദിക്കുന്നില്ലേ, നളചരിതത്തിന് കലി ചോദിക്കുന്നുണ്ട്. എങ്ങു നിന്നെടുന്നരുളി സുരാധിപ ദഹന ശമന വരുണൈരമ. ദേവേന്ദ്രൻ എവിടെ പോയിട്ട് വരികയാണ്? ദേവേന്ദ്രൻ ദമയന്തിയുടെ കല്യാണത്തിന് പോയിട്ട് സ്വയംവരമൊക്കെ കഴിഞ്ഞ് എന്താണ് സദ്യയൊക്കെ കഴിഞ്ഞ്, സർവാണി സദ്യ വരെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരണത്. അപ്പൊ ആ വരണ സമയത്താണ് കലി ചോദിക്കുന്നത്, എങ്ങു നിന്ന് എഴുന്നരുളി സുരാധിപ, അല്ലയോ ദേവേന്ദ്ര അങ്ങ് എവിടുന്നാണ് ഈ എഴുന്നള്ളുന്നത്? ദഹന ശമന വരുണൈരമ. ദഹനനും ആരാണ്? ശമനനും. ദഹനൻ അഗ്നി, ശമനൻ ആരാണ്? യമനാണ് അവിടെ. എന്തുകൊണ്ടാണ് ശമനൻ എന്ന് പറയുന്നത്? ശമനൻ ശമിപ്പിക്കുന്നവനാണ്, മനസ്സിലായ? ശമിപ്പിക്കുന്നവനാണ്. അപ്പോ ഇവിടെ എന്താണ്? ശമന ആകാരക അല്ലെ. ശമന ആകാരക, പ്രശമനം ചെയ്യുന്ന ശമനനാണ്. ശമനൻ എന്നുള്ളതിനെ ഇവിടെ നമ്മൾ എന്താർത്ഥം എടുക്കണം? പ്രശമനം ചെയ്യുന്ന ശമനൻ അഗ്നി.
ഇവിടെ. അപ്പൊ അവിടെ ദഹന ശമനൻ എന്ന് പറഞ്ഞ ആരാണ്? യമനെയാണ്. എന്തുകൊണ്ടാണ്? ശമിപ്പിക്കുന്നത് കൊണ്ടാണ് ശമനൻ എന്ന് അവിടെ പറയുന്നത്. യമം എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കുന്നവൻ, ശമിപ്പിക്കുന്നവൻ. അപ്പൊ ഇവിടെ അഘൗഘങ്ങളെ ശമനം, അഘൗഘങ്ങളുടെ പ്രശമനം ചെയ്യുന്ന ശമനന്റെ ആകാരത്തിൽ, പ്രശമനം ചെയ്യുന്ന അഗ്നിയുടെ രൂപത്തിൽ എന്ന് ഇവിടെ അതിന് അർത്ഥം എടുക്കണം. അതാണ് പദങ്ങൾക്ക് നമ്മൾ അർത്ഥം ഗ്രഹിക്കുമ്പോൾ എങ്ങനെ വേണം? വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി നഹി സന്ദേഹാത് അലക്ഷണം എന്ന് നമ്മളവിടെ ഓർക്കണം. വ്യാഖ്യാനം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? സവിശേഷമായ പ്രതീതി ഉണ്ടാകുന്നത്. നഹി സന്ദേഹാത് അലക്ഷണം. സന്ദേഹം വന്നു എന്നുള്ളത് കൊണ്ട് ഒന്നും ലക്ഷണം കെട്ടതായി പോകുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജലൗക എന്ന് പറഞ്ഞാൽ അട്ട എന്ന അർത്ഥം ഉണ്ട്. പക്ഷെ നമ്മൾ എന്തായിരിക്കുക, അതിനെ വ്യാഖ്യാനിച്ച് നദി എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ ഇതുപോലെ ശമനൻ എന്ന അർത്ഥം യമനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അഗ്നി എന്ന അർത്ഥത്തിലാണ്. എല്ലാറ്റിനെയും ശമിപ്പിച്ച് കളയുന്ന, ഭസ്മസാത്കരിക്കുന്ന അഗ്നിയാണ് എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കാരണം സാറ് വളരെ നന്നായി ഇതൊക്കെ വാക്കുകളൊക്കെ പിരിച്ച് അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതിലൊരു വാക്കിന്റെ അർത്ഥം എനിക്ക് ഒന്നുകൂടി പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അതായത് വിദുര എന്ന് പറഞ്ഞ, അത് വിദുരർ എന്നുള്ള അർത്ഥമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഓപ്പോസിറ്റ് മീനിങ് പോലെ തോന്നിയത്. അത് വി ആൻഡ് ബി, ബംഗാളിയിൽ ബി എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊക്കെ നമ്മൾ വി എന്ന് പറയാലോ. അഭേദമുണ്ട് അവിടെ, സംസ്കൃതത്തിലുണ്ട് വഭയോരഭേദം. ബാലകഹ എന്ന് പറയുന്നിടത്ത് വാലകഹ എന്ന് ചിലപ്പോ പറയും. പ്രണബ് മുഖർജി, പ്രണബ്, അതിനെന്ത് പറയും? പ്രണവ്, വായും ബായും. അത് വ്യത്യാസം സംസ്കൃതത്തിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഭിദുരം എന്ന് പറഞ്ഞാൽ ഭായാണ്, ബായല്ല ഭ. ഭിദുരം ഭേദിക്കുന്ന ശീലത്തോടു കൂടിയത്. വിദുരം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ് ധാതുവിന് എന്താണ് അർത്ഥം? അറിയുക എന്നർത്ഥം. വിദജ്ഞാനെ, അതിൽ നിന്നാണല്ലോ വേദം എന്ന പദമൊക്കെ ഉണ്ടാകുന്നത്. വേദം, വിദ്വാൻ, വിദ്വാൻ, വിദ് എന്നുള്ളതിന് ജ്ഞാനം എന്നാണ് അർത്ഥം. അതാണ് വിദ്വാൻ, അറിവുള്ളവൻ എന്നർത്ഥം വരുന്നത്. വേദം അറിയാനുള്ളതാണ്, അറിവാണ് വേദം. രണ്ട് വാക്കാണല്ലേ? അത് ഭായാണ്, ഭായല്ല. വെറും ബാലെന്നെടുന്ന ഭായാണെങ്കിൽ ബിദുര എന്ന് വരും. അങ്ങനെയല്ല, ഇത് ഭിദുരം, ഭേദിക്കുന്ന ശീലം എന്നാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു പ്രാവശ്യം ചെയ്ത ശീലമല്ല, അല്ലെ? ഇപ്പൊ സത്യവാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യം പറയുന്ന ശീലത്തോടു കൂടിയവനാണ് സത്യവാദി. സത്യവാദിൻ എന്നാണ് ശബ്ദം. അത് ശീലം, താച്ഛീല്യ അർത്ഥം എന്ന് പറയും. അത് ശീലമാക്കിയത് എന്ന അർത്ഥത്തില്. ഒരു പ്രാവശ്യം സത്യം പറഞ്ഞുകൊണ്ട് സത്യവാദിയാവില്ല. സത്യമേ പറയൂ എന്ന ശീലമുള്ളവനാണ് സത്യവാദി. അതുപോലെ ചേർക്കുന്ന അവിടെ ഇനി എന്ന പ്രത്യയമാണ്. ആ ഇന് എന്ന പ്രത്യയം പോലെ തന്നെ ഇന് എന്ന പ്രത്യയത്തിന് അർത്ഥം അത് ഉള്ളത് അല്ലെങ്കിൽ അത് ശീലമാക്കി എന്നാണ് അർത്ഥം. ഇപ്പൊ ജീവനുള്ളത് ജീവിൻ, ജീവിൻ, അതാണ് ജീവി, ജീവിനൗ, ജീവിനഹ എന്ന് പറയുന്നത്. ഹസ്തമുള്ളത് ഹസ്തിൻ, ഹസ്തി, ഹസ്തിനൗ, ഹസ്തിനഹ, ആന എന്ന് അർത്ഥം വരുന്നത്. സത്യവാദം ശീലമാക്കിയവൻ സത്യവാദിൻ, സത്യവാദി, സത്യവാദിനൗ, സത്യവാദിനഹ. അതുപോലെ തന്നെ അപ്പൊ ഭിദുര എന്ന് പറഞ്ഞാൽ ഭേദിക്കപ്പെടുന്നത്, നിരന്തരമായി ഭേദിക്കപ്പെടുക. ഒരു പ്രാവശ്യം മലിനയാക്കപ്പെടുകയല്ല, വീണ്ടും വീണ്ടും എന്തായിത്തീരും? മലിന ആക്കപ്പെടും, അല്ലെ? പലരും ചെയ്യാറുള്ളത് എന്താണ്? വീട്ടിലെ മാലിന്യങ്ങളൊക്കെ, തലേ ദിവസത്തെ മാലിന്യങ്ങളൊക്കെ ഒരു പ്ലാസ്റ്റിക് കൂടിലിട്ട് കെട്ടി, ഷിമ്മി കൂടിലിട്ട് കെട്ടി രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോ പുഴയുടെ തീരത്ത് ചെല്ലും. പിന്നെ അവിടെ എന്താണ്? പിന്നെ അവിടെ ഒരു എന്താണ്? ഒരു ചുഴറ്റി, ഒരു എയറാണ്. ഹാമർ ത്രോ പഠിക്കുന്നത് അവിടെയാണ്. പലരും നദിയുടെ തീരത്ത് പോയിട്ടാ ചുഴറ്റിയിട്ട് ഒറ്റ എയർ നദിയിലേക്ക് അവനവന്റെ കൃത്യം നിർവഹിച്ചു എന്നാണ്. ഇത്ര വലിയ സംസ്കാരവിഹീനമായ പ്രവൃത്തിയാണത്. ഒരിക്കലും നമ്മുടെ ജലവാഹിനികളെ മലിനമാക്കാൻ പാടില്ല. കാരണം പിന്നീട് ആ മലിനമായ ജലമാണ് മറ്റുള്ളവര് കുടിക്കാനും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നദിയിൽ നമ്മൾ ഒരു മാലിന്യം എറിയുമ്പോൾ നാം ആലോചിക്കണം, ഞാൻ ചെയ്യുന്നത് കാളിയന്റെ പ്രവൃത്തിയാണ് എന്നുള്ളത്. കാളിയർ അതാണല്ലോ ചെയ്തത്, അതിൽ വിഷം കലർത്തി, അല്ലെ? വിഷമയമാണ് നമ്മുടെ പല വേസ്റ്റ്, പാഴ്വസ്തുക്കൾ. പാഴാണ്, മാലിന്യമല്ല നമ്മൾ എറിയുന്നത്, പാഴാണ് നമ്മൾ എറിയുന്നത്. എറിഞ്ഞു കഴിയുമ്പോൾ എന്തായിത്തീരുന്നു? അത് മലിനമാകുന്നു. നമ്മൾ എറിഞ്ഞതിൽ എന്തുണ്ട്? തലേ ദിവസം
എന്താണ് തലേ ദിവസം അവിയലുണ്ടാക്കിയ വെള്ളരിയുടെ തൊലിയുണ്ട്, ചേനയുടെ തൊലിയുണ്ട്, അല്ലെ, പലതും അതിനകത്തുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ പശു തിന്നും, നമ്മുടെ ആട് തിന്നും. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ കുഴിച്ചിട്ടാൽ അതിന്റെ മുകളിൽ ഒരു കുമ്പളത്തിന്റെ കുരു വെച്ചാൽ 1 കൊല്ലം കഴിക്കാനുള്ള കുമ്പളങ്ങ ഇന്ന് കിട്ടും. നല്ല വളമായിട്ട് തീരുന്ന മാലിന്യം, വേസ്റ്റ്. ഈ പദത്തിന് നമ്മുടെ എന്താണ്, വേസ്റ്റിന് മാലിന്യം എന്ന അർത്ഥം നമ്മൾ കൊടുത്തത് തന്നെ വലിയ തെറ്റാണ്. വേസ്റ്റ് പാഴാണ്. ഡോണ്ട് വേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ സമയം മലിനമാക്കരുതെന്നല്ല, സമയം പാഴാക്കരുതെന്നാണ്. അപ്പൊ വേസ്റ്റ് എന്ന് പറയുന്നത് പാഴാണ്, മാലിന്യമല്ല. നമ്മൾ അതിനെ മാലിന്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ മാലിന്യമാക്കാൻ പാടില്ല. പശുവിന് കൊടുക്കുക, അല്ലെങ്കിൽ ആടിന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ, നമ്മുടെ പറമ്പിൽ ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിൽ മൂടിയിട്ടാൽ അസൽ വടമായിട്ട് തീരും. അപ്പം നദിയിലെറിയുമ്പോൾ നമ്മൾ എന്താണ്? മലിനമാക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ വീണ്ടും വീണ്ടും ഭേദിക്കപ്പെടുക, അതിന്റെ പവിത്രത നശിപ്പിക്കപ്പെടുക എന്നർത്ഥമാണ് വിദുരം എന്ന് പറയുന്നത്. മറ്റത് വിദുര, അറിയുന്ന ശീലമുള്ളവൻ. വേറെയും പല പദങ്ങളും. നിഷ്ഠുരൻ, നിഷ്ഠുരൻ, അവിടെ ഈ ഉരച്ച് പ്രത്യേകമാ, ഉര, നിഷ്ഠുര എന്താണ്? നിശേഷണ, അചഞ്ചലമായി. സ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡ്, അത് ശീലമാക്കിയവൻ. അപ്പോ സ്റ്റാൻഡിങ് ഷെയ്ക്ലെസ്ലി, മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് എന്ത്? നിഷ്ഠുരൻ, അത് ശീലമാക്കിയവൻ. അല്ലെ, ഒരാള് കൊണ്ടുപോയിട്ട് ഒരു കുട്ടിയെ അങ്ങോട്ട് ശിക്ഷിക്കുകയാണ്. നീ ആ വെയിലത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. വെയിലത്ത് നിർത്തിയവനെ. വെയിലത്ത് നിർത്തിയപ്പോ ഉള്ളതിനേക്കാൾ വെയില് കഠിനമായി വന്നു. വെയിൽ ചൂടായി വന്നു. തല പൊട്ടിത്തെറിക്കണ വെയിലായി. അയ്യോ, ആ കുട്ടി വെയിലത്തല്ലേ നിൽക്കുന്നത്, താനല്ലേ അവിടെ നിർത്തിയത്, അവിടെ നിൽക്കട്ടെ അവൻ. ഇതാണ് നിഷ്ഠുരം. ആ ക്രൂരത കണ്ടിട്ടും എന്താവുന്നില്ല? ക്രൂരമായ അവസ്ഥ കണ്ടിട്ടും തന്റെ മനസ്സിന് മാറ്റമില്ല. മനസ്സെങ്ങനെയാണ്? നീ ഉരച്ച്, നിശേഷണ, ഷെയ്ക്ലെസ്ലി, മാറ്റമില്ലാതെ നിൽക്കുന്ന ശീലം. അങ്ങനെയുള്ളവനെയാണ് നിഷ്ഠുരൻ എന്ന് പറയുന്നത്. ക്രൂരൻ എന്ന അർത്ഥത്തിൽ നമ്മളത് ഗ്രഹിക്കുന്നു. പക്ഷെ അർത്ഥം എന്താണ്? ഇളക്കമില്ലാതെ നിൽക്കുന്ന ശീലമുള്ളവൻ എന്നാണ് അർത്ഥം. അസ്തു, ആ സംശയത്തിൽ താങ്ക് യു, വളരെ നന്നായി പറഞ്ഞിരുന്നു. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ നാവ ക്ഷേത്രം എന്ന് പറഞ്ഞ നാവാന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? തിരുനാവ നാവ എന്ന് പറഞ്ഞ പുതിയതെന്ന് ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ 9? അതല്ല, നൗ എന്നുള്ളതിന് വേറെ അർത്ഥമുണ്ട്. തോണി എന്നൊരു അർത്ഥമുണ്ട്. തോണി, നൗ. നമ്മുടെ നേവി ഒക്കെ ഇല്ലേ, നേവി, നാവികൻ. നൗ, നാവൗ, നാവഹ. അപ്പൊ ഈ നാവ ശബ്ദത്തിന് തോണി എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഉണ്ടായിട്ടുണ്ടാവുക ഒരു പക്ഷേ ഭക്തരെ എന്താണ്, ഭവസാഗരത്തിന്റെ മറുകര കടത്തുന്ന തോണി എന്ന അർത്ഥത്തിലാകണം അതിന് നാവ എന്ന് വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. നാവ മുകുന്ദൻ തന്നെയാണല്ലോ സാർ. അപ്പൊ മുകുന്ദദാദി ആണല്ലോ അല്ലെ? അതെ 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 അതെ. അവിടെ നാവ മുകുന്ദൻ, മുകുന്ദൻ തന്നെയാണ് അല്ലെ? നാവ മുകുന്ദൻ എന്നാണ്. അവിടെ ഒരു സ്കൂളുണ്ട്, നാവ മുകുന്ദന്റെ പേരിലൊരു സ്കൂൾ അവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് അവർ വളരെ നല്ല പെർഫോമൻസ് ഒക്കെ കുട്ടികൾ കാഴ്ചവെക്കുകയുണ്ടായി ഇതില്, അവരുടെ സ്പോർട്സില്. ആദരിക്കട്ടെ. അപ്പൊ ഈ അർത്ഥത്തിൽ ആയിരിക്കണം അത്. നൗഹു, നാരായണ ഗുരുദേവനും പറയുന്നുണ്ടല്ലോ, നാവികൻ നീ അവാബ്ദിക്ക് ഒരു ആവിവൻ തോണി നിൻപദം എന്നവിടെ പറയുന്നുണ്ട്. നാവികനാണ് നീ ഭവാബ്ദിക്ക്, ഭവസാഗരത്തിന്. അപ്പൊ ആ അർത്ഥം തന്നെ ആകാം എന്നാണ് എനിക്ക് തോന്നുന്നത്, മറുകര കടത്തുന്നത്. എന്നെ പോലുള്ള വളരെ പരിമിതമായിട്ടുള്ള അറിവുള്ളയാള് സാറിൽ നിന്ന് പല കാര്യങ്ങളും അറിയുന്നുണ്ട്. ഏകലവന്യ എൻ്റെ അങ്കൂഠ അത് മേടിക്കാനുള്ള കാരണം ഞങ്ങളെല്ലാം നേരത്തെ കരുതിയിരുന്നത് അർജുനെ വലിയ ആളാക്കാനായിട്ടാണെന്ന്. അതല്ല, യോഗ്യതയില്ലാത്ത ആളാണ് ഏകലവ്യൻ. ഒരു ചെറിയൊരു പട്ടി കുരച്ചപ്പോൾ പോലും തൻ്റെ കഴിവ്, പരമാവധി കഴിവ് അതിനെ ദുരുപയോഗം ചെയ്തു. അങ്ങനെ ഇനി ലോകത്തിന് വിഷമതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദ്രോണാചാര്യർ അത് മേടിച്ചെന്നുള്ളത്. അതുപോലെ ഇന്നാണെങ്കിൽ തന്നെയും ഭാരതപ്പുഴ ആ പ്രത്യേക സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഗംഗയായിട്ട് മാറിയത്?
അങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും വലിയ അറിവുകളാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. അത് ഫ്രാൻസിസ് സാറിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിച്ചു. പുതിയ പുതിയ വീക്ഷണത്തോടു കൂടി വേണം നമ്മൾ, അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഒന്നും വീക്ഷിക്കരുത്. അതിന് പല പല വ്യാഖ്യാനങ്ങളും പല അറിവുകളും അതിലുണ്ട്, അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിചാരം നമുക്ക് വേണം എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമസ്കാരം. ഈ കാര്യങ്ങളിൽ അവർക്കതിന് ഭസ്മീകരിക്കുകയും ഭസ്മ സാക്ഷാത്കരിക്കുകയും നമ്മൾ സാധാരണക്കാരാണെങ്കിൽ നമ്മളെ പോലെയുള്ളവർക്ക് കൈ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ ക്യാരി ഹോമായിട്ട് കൊണ്ടുപോകാനുള്ളതല്ലേ. നമ്മള് ദഹനം, നമ്മള് ശരീരത്തെ നമ്മള് അഗ്നി ഭഗവാന് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഭസ്മീകരിക്കുക, ഭസ്മ സാക്ഷാത്കരിക്കുക അല്ല. കുറച്ച് നമുക്ക് ബാക്കി വേണം അവിടെ സഞ്ചയനത്തിന് വേണ്ടി. അപ്പം സാറിന്റെ എല്ലാവർക്കും നമുക്ക് പണ്ട് സംസ്കൃതം അറിയാവുന്നവർക്കും അറിയാൻ പാടില്ലാത്ത ഞങ്ങളെ പോലുള്ളവർക്കും എല്ലാം നമുക്ക് കുറച്ച് എല്ലാവരുടെയും പാനപാത്രങ്ങളിൽ സാറ് നമുക്ക് നൽകുന്നുണ്ട് കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. ഏറെ സന്തോഷം. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച പ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസബ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ.